നമസ്കാരം. നമ്മുടെ 10th പ്രിലിംസ് എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ SCRT ഭാഗത്തുള്ള സയൻസിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ഘട്ടത്തിൽ ആവർത്തിച്ചിട്ടുണ്ടായിരുന്ന അതേ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അതായത് ഫസ്റ്റ് ഘട്ടത്തിൽ പ്രിലിംസിൽ ഒരു 5ാം ക്ലാസ്സിലെ കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യം, അതുപോലെ 7ാം ക്ലാസ്സിലെ ബലം, പിന്നെ ചലനം, 2 ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ 8ാം ക്ലാസ്സിലെ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. ഈ 4 ചാപ്റ്ററിൽ നിന്നായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ഏകദേശം 130 ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇതിൽ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകൾ ഏതാണ്? തന്നിരിക്കുന്നതിൽ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. രണ്ടാമത്തെ ചോദ്യം: മൈക്രോസ്കോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ദർപ്പണങ്ങൾ ഏതൊക്കെയാണ്? മൈക്രോസ്കോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ദർപ്പണങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് സമതല ദർപ്പണവും അതുപോലെ കോൺകേവ് ദർപ്പണവുമാണ്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണങ്ങൾ ഏതൊക്കെയാണ്? സമതല ദർപ്പണവും അതുപോലെ കോൺകേവ് ദർപ്പണവുമാണ്. മൂന്നാമത്തെ ചോദ്യം: ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ഓപ്ഷൻ സി ആണ് റോബർട്ട് ഹുക്ക് ആണ് അല്ലെ. ഓപ്ഷൻ സി റോബർട്ട് ഹുക്ക് ആണ്. നാലാമത്തെ ചോദ്യം: റോബർട്ട് ഹുക്ക് കോശങ്ങളെ നിരീക്ഷിച്ചത് ഏത് വസ്തുവിലാണ്? റോബർട്ട് ഹുക്ക് കോശങ്ങളെ ആദ്യമായിട്ട് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ റോബർട്ട് ഹുക്ക് കോശങ്ങളെ നിരീക്ഷിച്ചത് ഏത് വസ്തുവിലാണ്? ഏത് വസ്തുവിലാണ്? ഓപ്ഷൻ സി ആണ് കോർക്കിലാണ് അല്ലെ. ഓപ്ഷൻ സി കോർക്കിലാണ്. അഞ്ചാമത്തെ ചോദ്യം: സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് MJ സ്ലീറ്റൻ ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് MJ സ്ലീറ്റൻ ആണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയതാരാ? ഓപ്ഷൻ ബി MJ സ്ലീറ്റൻ ആണ്. ആറാമത്തെ ചോദ്യം: കോശത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാം? കോശത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ഓപ്ഷൻ സി റോബർട്ട് ബ്രൗൺ ആണ്. ആരാ? റോബർട്ട് ബ്രൗൺ ആണ് കോശത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയത്. ഏഴാമത്തെ ചോദ്യം: ഒരു മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഒരു മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന്റെ തീവ്രത ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭാഗം ഏതാ? ഡയഫ്രം ആട്ടോ. മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന കണ്ടൻസറിന്റെ ഭാഗം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാ? ഡയഫ്രം ആട്ടോ. ഏതാ? ഡയഫ്രം ആണ്. ഇനി എട്ടാമത്തെ ചോദ്യം: ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടുകൂടെ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചതാരാണ്? ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് ആരായിരുന്നു? റോബർട്ട് ഹുക്ക് ആണ് അല്ലേ. ആരാ? റോബർട്ട് ഹുക്ക് ആണ്. ഒൻപതാമത്തെ ചോദ്യം: കോശകേന്ദ്രം കണ്ടെത്തിയിട്ട് അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ ആരാം? കോശകേന്ദ്രം കണ്ടെത്തിയിട്ട് അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് റോബർട്ട് ബ്രൗൺ ആട്ടോ. ആരാ? റോബർട്ട് ബ്രൗൺ ആണ്. പത്താമത്തെ ചോദ്യം: സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാം? നമ്മൾ പറഞ്ഞില്ല, ആരായിരുന്നു? MJ സ്ലീറ്റൻ അല്ലെ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് ആരായിരുന്നു? MJ സ്ലീറ്റൻ ആണ്. ഇനി ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? തിയോഡർ ഷ്വാൻ അല്ലെ. ഓപ്ഷൻ എ തിയോഡർ ഷ്വാൻ ആണ്. 12ാമത്തെ ചോദ്യം: നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന സിദ്ധാന്തം രൂപീകരിച്ചതാരാം? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന സിദ്ധാന്തം രൂപീകരിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് റുഡോൾഫ് വിർഷോ അല്ലോ. റുഡോൾഫ് വിർഷോയാണ്. 13ാമത്തെ ചോദ്യം: കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞർ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ സി ആണ് MJ സ്ലീറ്റനും തിയോഡർ ഷ്വാനുമാണ്. ഓപ്ഷൻ സി MJ സ്ലീറ്റനും തിയോഡർ ഷ്വാനുമാണ്. 14ാമത്തെ ചോദ്യം: കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന ഏതാ? കോശത്തിലെ ഊർജ്ജ നിലയം എന്ന് അറിയപ്പെടുന്നത് ഏതാ? മൈറ്റോകോൺട്രിയോൺ അല്ലെ. ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയോൺ ആണ്. 15ാമത്തെ ചോദ്യം: കോശത്തിനുള്ളിലെ സഞ്ചാരപാത ഏതു പേരിൽ അറിയപ്പെടുന്നത്? കോശത്തിനുള്ളിലെ സഞ്ചാരപാത ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആട്ടോ. ഓപ്ഷൻ ബി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. 16ാമത്തെ ചോദ്യം: ഊർജാവശ്യം കൂടുതലുള്ള കരള്, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഊർജം ആവശ്യം കൂടുതലുള്ള കരള്, തലച്ചോറ്, പേശികൾ എന്നിവയിൽ
എന്നീ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഏതാ ഓപ്ഷൻ ബി ആണ് മൈറ്റോകോൺട്രിയോൺ ആട്ടോ. ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയോൺ ആണ്. 17ാമത്തെ ചോദ്യം, കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം സാധ്യമാക്കുന്ന ഭാഗം കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം സാധ്യമാക്കുന്ന ഭാഗം ഏതാ ഓപ്ഷൻ എ ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആട്ടോ. ഓപ്ഷൻ എ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. 18ാമത്തെ ചോദ്യം, ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാ ഓപ്ഷൻ ഡി ആണ് ഫേനമാട്ടോ. ഫേനമാണ്. 19ാമത്തെ ചോദ്യം, കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികുടം എന്ന് അറിയപ്പെടുന്ന ഭാഗം കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതുകൊണ്ട് കോശാസ്ഥികുടം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഓപ്ഷൻ എ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. 20ാമത്തെ ചോദ്യം, കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം ഓപ്ഷൻ ബി ആണ് റൈബോസോം ആട്ടോ. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. 21ാമത്തെ ചോദ്യം, ജലം, ലവണങ്ങള്, വിസർജ്യ വസ്തുക്കള് എന്നിവ സംഭരിക്കുന്ന കോശാംഗം ജലം, ലവണങ്ങള്, വിസർജ്യ വസ്തുക്കള് എന്നിവ സംഭരിക്കുന്ന കോശാംഗം ഓപ്ഷൻ ബി ആണ് ഫേനമാട്ടോ. ഓപ്ഷൻ ബി ഫേനമാണ്. 22ാമത്തെ ചോദ്യം, രാസാഗ്നികള്, ഹോർമോണുകള്, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചികളിലാക്കുന്ന കോശാംഗം രാസാഗ്നികള്, ഹോർമോണുകള്, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചികളിലാക്കുന്ന കോശാംഗം ഓപ്ഷൻ എ ആണ് ഗോൾഗി കോംപ്ലക്സ് ആട്ടോ. ഓപ്ഷൻ എ ആണ് ഗോൾഗി കോംപ്ലക്സ് ആണ്. 23ാമത്തെ ചോദ്യം, കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്ന കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് മർമ്മമാണ്. 24ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ മൈക്രോസ്കോപ്പുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 4 പ്രസ്താവന വന്നിട്ടുണ്ട്. ഈ 4 പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ഐ പീസ് വീക്ഷിക്കുന്ന സാമ്പിളിനെ വലുതായിട്ട് വീക്ഷിക്കാൻ സഹായിക്കുന്നു. ഐ പീസ് എന്നത് വീക്ഷിക്കുന്ന ഒരു സാമ്പിളിനെ വലുതായിട്ട് കാണാൻ സഹായിക്കുന്നു. ശരിയാണോ? ശരിയാണ്. 2, ഒബ്ജക്റ്റീവ് ലെൻസ് വീക്ഷിക്കുന്ന സാമ്പിളിനെ വലുതായിട്ട് കാണിക്കുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് വീക്ഷിക്കുന്ന സാമ്പിളിനെ വലുതായിട്ട് കാണിക്കുന്നു. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3, മിറർ പ്രകാശത്തെ പ്രതിഫലിപ്പിച്ചിട്ട് പ്രകാശം ക്രമീകരിക്കുന്നു. മിറർ പ്രകാശത്തെ പ്രതിഫലിപ്പിച്ചിട്ട് പ്രകാശം ക്രമീകരിക്കുന്നു. 4ാമത്തെ പ്രസ്താവന സ്റ്റേജും ക്ലിപ്പും സാമ്പിളിനെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു. സ്റ്റേജും ക്ലിപ്പും എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ സാമ്പിളിനെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഈ 4 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പം 1, 2, 3, 4 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരിക. 1, 2, 3, 4 ശരിയാണ്. ഇനി 25ാമത്തെ ചോദ്യം, കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിൽ ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1, ആദ്യത്തെ നിർജീവ കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. 2, 1831 റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് കണ്ടെത്തി. 3, 1838 തിയോഡർ ഷ്വാന് സസ്യകോശ സിദ്ധാന്തം പ്രസ്താവിച്ചു. 4, 1839 MJ സ്ലീഡൻ ജന്തുകോശ സിദ്ധാന്തം പ്രസ്താവിച്ചു. അപ്പോൾ 4 പ്രസ്താവനകളാണ്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന ആദ്യ നിർജീവ കോശം കണ്ടെത്തിയതാരാ? റോബർട്ട് ഹുക്ക്. ശരിയാണ്. 2, 1831 എന്ത് ചെയ്തു? റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് കണ്ടെത്തി. ശരിയാണ്. 3ാമത്തെ പ്രസ്താവന 1838 തിയോഡർ ഷ്വാൻ സസ്യകോശ സിദ്ധാന്തം പ്രസ്താവിച്ചു. തെറ്റാണ്. എന്താ തെറ്റ്? 1838 തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സസ്യകോശ സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. പക്ഷെ ആരല്ല? തിയോഡർ ഷ്വാൻ അല്ല. ആരാ? MJ സ്ലീഡൻ ആണ്. അതുകൊണ്ടാണ് അവിടെ തെറ്റ്. 4ാമത്തെ പ്രസ്താവന 1839 MJ സ്ലീഡൻ ജന്തുകോശ സിദ്ധാന്തം പ്രസ്താവിച്ചതും തെറ്റാണ്. എന്താ തെറ്റ്? ഇവിടെ MJ സ്ലീഡൻ അല്ല. ആരാ?
തിയോഡർ ഷ്വാനാണ്. അപ്പം ഇവിടെ ശാസ്ത്രജ്ഞന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടതാണ്. അപ്പോൾ ഏത് മാത്രമേ ശരിയുള്ളൂ? 1, 2 ആണ് ശരി, 3, 4 എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി 26ാമത്തെ ചോദ്യം, നിലവിലുള്ള കോശത്തിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ രൂപം കൊള്ളുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചത് ആരാം? നിലവിലുള്ള കോശത്തിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പുതിയ കോശങ്ങൾ രൂപം കൊള്ളുന്നുള്ളൂ എന്ന് പറഞ്ഞത് ആരായിരുന്നു? നമുക്കറിയാം, ഓപ്ഷൻ എ ആണ് റുഡോൾഫ് വിർഷോയ അല്ലെ. ഓപ്ഷൻ എ റുഡോൾഫ് വിർഷോയാണ്. 29ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ജീവദ്രവ്യത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ജീവദ്രവ്യത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? ഓപ്ഷൻ സി ആണ് മർമ്മദ്രവ്യം, കോശദ്രവ്യം, കോശാംഗങ്ങൾ. തന്നിരിക്കുന്നതിൽ ജീവദ്രവ്യത്തിൽ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ? മർമ്മം, കോശദ്രവ്യം, കോശാംഗങ്ങൾ. 30ാമത്തെ ചോദ്യം, കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഏതാ? തന്നിരിക്കുന്നതിൽ കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ് കോശമർമ്മമാണ്. 31ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ പ്രോ കാരിയോട്ടുകൾ ഏതൊക്കെയാണ്? മൈക്കോപ്ലാസ്മ ഉണ്ട്, സയനോ ബാക്ടീരിയ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് പ്രോ കാരിയോട്ടുകൾ? ഏതൊക്കെയാ? ഓപ്ഷൻ ബി ആണ്. അതായത് ഇതൊക്കെ എന്ത് തന്നെയാണ്? പ്രോ കാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെയാ? മൈക്കോപ്ലാസ്മ, സയനോ ബാക്ടീരിയ, ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ ഒക്കെ എന്തിന് ഉദാഹരണമാണ്? പ്രോ കാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ്. 32ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ മർമ്മഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, റൈബോസോമുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് മർമ്മകം. റൈബോസോമുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് മർമ്മകം. 2, മർമ്മകം ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. 3, മർമ്മത്തിൽ കാണപ്പെടുന്ന ദ്രാവകമാണ് മർമ്മരന്ധ്രം. 4, മർമ്മദ്രവ്യകത്തിൽ DNA കാണപ്പെടുന്ന ഘടകമാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? അപ്പോൾ നമ്മളോട് പറഞ്ഞെന്താ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ? ഒന്നാമത്തെ എന്താ? റൈബോസോമുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് മർമ്മകം. ശരിയാ അല്ലേ? റൈബോസോമുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഏതാ? മർമ്മകമാണ്. 2, മർമ്മകം ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. മർമ്മകം എന്താകൃതിയിലാണ് കാണപ്പെടുന്നത്? റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മത്തിലെ ഭാഗമാണ് ഏത്? മർമ്മകം. ദണ്ഡാകൃതിയിലല്ല, ഗോളാകൃതിയിലാണ് ഏതിന്റെ ആകൃതി എന്ന് പറയുന്നത്? മർമ്മകത്തിന്റെ ആകൃതി എന്ന കാര്യം ഓർത്തു വെക്കുക. മർമ്മത്തിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗമാണ് മർമ്മരന്ധ്രം. ആണോ? അല്ല അല്ലെ. മർമ്മകവും ക്രോമാറ്റിൻ ജാലിയും കാണപ്പെടുന്ന മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് ഇത്? മർമ്മദ്രവ്യമാണ്. മർമ്മരന്ധ്രമല്ല, മർമ്മദ്രവ്യമാണ്. അപ്പൊ അതും തെറ്റാണ്. 4ാമത്തെ പ്രസ്താവന, മർമ്മദ്രവ്യകത്തില് DNA കാണപ്പെടുന്ന ഘടകമാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. ക്രോമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ കെട്ടുപിണിഞ്ഞ് കാണപ്പെടുന്ന കോശഭാഗം ചോദിച്ചാലും ഇത് തന്നെയാ? ക്രോമാറ്റിൻ ജാലികയാണ്. അപ്പോൾ 4ാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 4ഉം മാത്രമേ ഇതിൽ ശരിയായ പ്രസ്താവനകളുള്ളൂ. ഓപ്ഷൻ എ ആണ് 1ഉം 4ഉം ശരിയാണ്. 33ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? ഫേനം, റൈബോസോം, ലൈസോസോം, സെൻട്രോസോം. ഇതിലേതൊക്കെയാണ് ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്നത്? ഏതൊക്കെയാ ജന്തുക്കളിൽ മാത്രം? ലൈസോസോമും സെൻട്രോസോമും എവിടെ മാത്രമേ കാണുന്നുള്ളൂ? ജന്തുക്കളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. 3ഉം 4ഉമാണ് ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്നത്. 34ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ജന്തുക്കളിൽ കാണപ്പെടാത്ത കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ജന്തുക്കളിൽ കാണപ്പെടാത്ത കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? ജന്തുക്കളിൽ കാണപ്പെടാത്തത്? ജൈവകണം മാത്രമാണ്. ഏതാ? ജൈവകണം മാത്രമാണ്. ജൈവകണം മാത്രമാണ് എന്ത്? ജന്തുക്കളിൽ കാണപ്പെടാത്തത്. ബാക്കി ലൈസോസോമും ഫേനും സെൻട്രോസോമും ഒക്കെ എന്തുണ്ട്? ജന്തുക്കളിൽ കാണപ്പെടുന്നുണ്ട്. 35ാമത്തെ ചോദ്യം, ജൈവകണങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ജൈവകണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തെ എന്താ? ജൈവകണങ്ങൾ സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. 2, ഹരിതകം അടങ്ങിയിട്ടുള്ള ജൈവകണമാണ് ഹരിതകണം. ഇല, പൂക്കൾ ഇവക്ക് പർപ്പിൾ നിറം നൽകുന്നത് വർണ്ണവസ്തുവാണ് സാന്തോഫിൻ. 4, ചുവന്ന ചീരയുടെ ചുവപ്പ് നിറത്തിന് കാരണം ആന്തോസയാനിൻ ആണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ?
ഒന്നാമത്തെ എന്താ, ജൈവകണങ്ങൾ സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. ശരിയാണ്, ജൈവകണങ്ങൾ സസ്യങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കാണപ്പെടുന്നുള്ളൂ. 2, ഹരിതകം അടങ്ങിയിട്ടുള്ള ജൈവകണമാണ് ഏത്, ഹരിതകണം. ഹരിതകം അടങ്ങിയതാണ് ഹരിതകണം. മൂന്നാമത്തെ പ്രസ്താവന എന്താ, ഇല, പൂക്കൾ ഇവക്ക് പർപ്പിൾ നിറം നൽകുന്നത്. പർപ്പിൾ നിറമായാലും ചുവപ്പ് നിറമായാലും നൽകുന്നത് ഏതാ, ആന്തോസയാനിൻ ആട്ടോ. ഏതാ, ആന്തോസയാനിനാണ്, സാന്തോഫിൻ അല്ല, ആന്തോസയാനിനാണ്. ഇലകൾ, പൂക്കൾ ഇവക്ക് പർപ്പിൾ നിറമാണെങ്കിലും അതുപോലെ ചുവപ്പ് നിറം നൽകുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്, ആന്തോസയാനിനാണ്. അപ്പൊ അത് തെറ്റാണ്. 4, ചുവന്ന ചീരയുടെ ചുവപ്പ് നിറത്തിന് കാരണം ആന്തോസയാനിനാണ്. അതെന്താണ്, ശരിയാണ്. ചുവപ്പും പർപ്പിളും നൽകുന്ന ഏതാണ്, പിന്നെ ആന്തോസയാനിനാണ്. അപ്പോൾ 1, 2, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 34ാമത്തെ ചോദ്യം, ജലദോഷമായതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവേ. 36ാമത്തെ ചോദ്യം, പഴങ്ങൾ പാകമാകുന്ന സമയത്ത് നിറവ്യത്യാസത്തിന് കാരണമാകുന്നത് എന്താ? പഴങ്ങൾ പാകമാകുന്ന സമയത്ത് നിറവ്യത്യാസത്തിന് കാരണമാകുന്നത് എന്താ? ഓപ്ഷൻ എ ആണ്, ഹരിതകണം എന്തായിട്ട് മാറുന്നതാണ്, വർണ്ണകണമായിട്ട് മാറുന്നതാണ്. 37ാമത്തെ ചോദ്യം, ശരിയായ ജോഡികൾ ഏതൊക്കെയാന്നുള്ളത് കണ്ടെത്തുക. ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണ്? മൈറ്റോകോൺട്രിയാണ് കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത്. ശരിയാണ്. റൈബോസോമാണ് മാംസ്യ നിർമ്മാണശാല. ലൈസോസൈമാണ് ആത്മഹത്യാ സഞ്ചി എന്നറിയപ്പെടുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശസഞ്ചാര പാത എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒക്കെ 4 എന്താണ്, ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്, ജോഡികളാണ്. അപ്പോൾ പഠിച്ചു വെക്കുക. കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന ഏതാ, മൈറ്റോകോൺട്രിയ. മാംസ്യ നിർമ്മാണശാല എന്നറിയപ്പെടുന്ന ഏതാ, റൈബോസോമാണ്. ആത്മഹത്യാ സഞ്ചി എന്നറിയപ്പെടുന്നത് ലൈസോസൈമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് പേരിൽ അറിയപ്പെടുന്നത്, കോശത്തിന്റെ സഞ്ചാരപാത എന്നാണ് അറിയപ്പെടുന്നത്. ഇനി 38ാമത്തെ ചോദ്യം, ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാണ്? ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാ, ടോണോപ്ലാസ്റ്റ് ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ്, ടോണോപ്ലാസ്റ്റ് ആണ്. 39, ഗുരുത്വാകർഷണ നിയമങ്ങൾ, ചലന നിയമങ്ങൾ എന്നിവ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? സർ ഐസക് ന്യൂട്ടൺ അല്ലെ. സർ ഐസക് ന്യൂട്ടൺ ആണ്. ഗുരുത്വാകർഷണ നിയമങ്ങളും ചലന നിയമങ്ങളൊക്കെ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? ഐസക് ന്യൂട്ടൺ ആണ്. 40ാമത്തെ ചോദ്യം, ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നത് ആരുടെ കൃതിയാണ്? ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നത് ആരുടെ കൃതിയാ? ഐസക് ന്യൂട്ടന്റെ കൃതി തന്നെയാണ് ഇത്, ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. 41, ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു കടന്നു പോകുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഏതാണ്? ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു കടന്നു പോകുന്ന സമയത്ത് വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ചോദിച്ചാൽ ഏതാ? ഘർഷണ ബലമാണ്. ഓപ്ഷൻ സി, ഘർഷണ ബലമാണ്. 42, ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഡാഷ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഡാഷ്. എന്താ? ഭാരമാണ്. ഓപ്ഷൻ എ ആണ്, ഭാരമാണ്. 43ാമത്തെ ചോദ്യം, ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, സ്നേഹകങ്ങളാണ്. 44, m കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ഭാരം എന്തായിരിക്കും? m കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ഭാരം F = എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ്, mg ആയിരിക്കും അല്ലേ. ഓപ്ഷൻ ബി mg എന്നായിരിക്കും. F = mg ആണ്. 45ാമത്തെ ചോദ്യം, ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ഡാഷ്. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന ഘർഷണ ബലം അതേതായിരിക്കും? അത് ഉരുളൽ ഘർഷണമാണ്. നിരങ്ങിയിട്ടാ നീക്കുന്നതെങ്കിൽ നിരങ്ങൽ ഘർഷണമാണ്. ഇവിടെ ഉരുട്ടിയാണ് നീക്കുന്നത്, അതുകൊണ്ട് എന്താ? ഉരുളൽ ഘർഷണമാണ്. 46, ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലം. നിരക്കി നീക്കുമ്പോൾ ഏതാ? നിരങ്ങൽ ഘർഷണമാണ്. ഇനി നിരങ്ങൽ ഘർഷണമാണോ ഉരുളൽ ഘർഷണമാണോ കൂടുതൽ ഉണ്ടാകുന്നത്? നിരങ്ങൽ ഘർഷണത്തിനായിരിക്കും. 47ാമത്തെ ചോദ്യം, മർദ്ദം കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഏതാണ്? മർദ്ദം കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഏതാ? ഓപ്ഷൻ ബി ആണ്, വ്യാപക മർദ്ദം ബൈ വിസ്തീർണമാണ്. ഓപ്ഷൻ ബി, വ്യാപക മർദ്ദം ബൈ വിസ്തീർണമാണ്. 48, ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. ഘർഷണം കുറവേതിനാ? ഉരുളൽ ഘർഷണത്തിനാണ്. അപ്പോൾ കുറവായിരിക്കും. 49ാമത്തെ ചോദ്യം, അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താ? ബാർ ആണ് അല്ലെ. ഓപ്ഷൻ സി, ബാർ ആണ്. 50ാമത്തെ ചോദ്യം, ബലത്തിന്റെ യൂണിറ്റ് എന്താ?
ബലത്തിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്, ന്യൂട്ടൺ ആണ്. 51ാമത്തെ ചോദ്യം, ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഏത്? ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഏത്? ഗ്രാഫൈറ്റ്. ആണിക്കടിയിൽ ബുദ്ധിമുട്ടില്ലാതെ കിടക്കാൻ കഴിയും എന്ന് പറയുന്നതിലെ ശാസ്ത്രീയത എന്താ? കിടക്കയിൽ കേട്ടോ. അതായത് നമ്മളൊരു കിടക്ക എടുത്തു കഴിഞ്ഞാൽ, സ്ക്വയർ ആയിട്ടുള്ള ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരേ അളവിലുള്ള ഒരു ആണി ഇങ്ങനെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ മുകളിൽ കിടക്കാൻ കഴിയും. അതായത് വേദനയൊന്നും ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാ? പരപ്പളവ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? മർദ്ദം കുറയുന്നത് കൊണ്ടാണ്. ഓപ്ഷൻ ബി ആണ്, പരപ്പളവ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി 53ാമത്തെ ചോദ്യം, മന്ദീകരണത്തിന്റെ യൂണിറ്റ് എന്താ? മന്ദീകരണത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓപ്ഷൻ എ ആണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 54ാമത്തെ ചോദ്യം, ചലന നിയമം, ഗുരുത്വാകർഷണ നിയമം എന്നിവ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ചലന നിയമം, ഗുരുത്വാകർഷണ നിയമം എന്നിവ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ഓപ്ഷൻ സി ആണ്, സർ ഐസക് ന്യൂട്ടൺ ആണ്. 55ാമത്തെ ചോദ്യം, ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ്, 0 ആയിരിക്കും. 56 നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. 57, കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട്. കാന്തം പ്രയോഗിക്കുന്ന ഈ ബലം ഏതാണ്? കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട്. കാന്തം പ്രയോഗിക്കുന്ന ഈ ബലമാണ് ഏത്? കാന്തിക ബലം അല്ലെ. ഓപ്ഷൻ എ ആണ്, കാന്തിക ബലമാണ്. 58ാമത്തെ ചോദ്യം, സർ ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം ഏതാ? ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം ഏതാ? 1705 59ാമത്തെ ചോദ്യം, ഒരു പ്രതലത്തിൽ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ആകെ ബലത്തെ ഡാഷ് എന്ന് പറയുന്നു. ഒരു പ്രതലത്തിൽ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ആകെ ബലത്തെ ഡാഷ് എന്ന് പറയുന്നു. എന്താ പറയുന്നത്? വ്യാപക മർദ്ദം എന്ന് പറയാറുണ്ട്. ഓപ്ഷൻ ഡി, വ്യാപക മർദ്ദം എന്നാണ്. 60ാമത്തെ ചോദ്യം, മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലം ഏതാണ്? മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലം ഏതാ? ഓപ്ഷൻ സി ആണ്, പേശി ബലമാണ്. 61ാമത്തെ ചോദ്യം, മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിന് കാരണം എന്താണ്? മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിന് കാരണമാണെന്ത്? സ്ഥിത വൈദ്യുത ബലമാണ് അല്ലെ. സ്ഥിത വൈദ്യുത ബലമാണ്. 62ാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിൽ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട്. ഇത്തരം ആകർഷണ ബലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പ്രപഞ്ചത്തില് വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട്. ഈ ആകർഷണ ബലം അറിയപ്പെടുന്നത് ഏത് പേരിലാ? ഗുരുത്വാകർഷണ ബലം എന്നാണ് അല്ലെ. ഓപ്ഷൻ ബി, ഗുരുത്വാകർഷണ ബലം എന്നാണ്. 63, ചലനവുമായി ബന്ധപ്പെട്ട ബലം പൊതുവെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ചലനവുമായി ബന്ധപ്പെട്ട ബലം പൊതുവെ അറിയപ്പെടുന്നത് ഏത് പേരിലാ? യാന്ത്രിക ബലം എന്ന്. ഓപ്ഷൻ എ ആണ്, യാന്ത്രിക ബലം എന്നാണ്. 64, വസ്തുവുമായിട്ട് സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ഏതാണ്? ഒരു വസ്തുവുമായിട്ട് സമ്പർക്കമൊന്നുമില്ല, പക്ഷെ നമ്മൾ ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സമ്പർക്ക രഹിത ബലം എന്നാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്, സമ്പർക്ക രഹിത ബലം എന്നാണ്. 65, ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായിട്ട് അനുഭവപ്പെടുന്ന ബലം ഏതാണ്? ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായിട്ട് അനുഭവപ്പെടുന്ന ബലമാണേത്? ഘർഷണ ബലം എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, ഘർഷണ ബലമാണ്. 66ാമത്തെ ചോദ്യം, മർദ്ദത്തെ സംബന്ധിച്ച പാസ്കൽ നിയമം ആവിഷ്കരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ്? മർദ്ദത്തെ സംബന്ധിച്ച പാസ്കൽ നിയമം ആവിഷ്കരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാ? ബ്ലെയ്സ് പാസ്കൽ അല്ലെ. ഓപ്ഷൻ ഡി ആണ്, ബ്ലെയ്സ് പാസ്കൽ ആണ്. 67, ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകം ഏതാണ്? ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഏതെന്ന് പറയുന്നത്? ഗ്രാഫൈറ്റ് അല്ലെ. ഇനി 68ാമത്തെ ചോദ്യം, ഒരു പ്രതലത്തിൽ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ആകെ ബലത്തെ പറയുന്നത് എന്താണ്? ഒരു പ്രതലത്തിൽ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ആകെ ബലത്തെ പറയുന്നതാണ് എന്ത്? വ്യാപക മർദ്ദം എന്ന് അല്ലെ. ഓപ്ഷൻ സി, വ്യാപക മർദ്ദമാണ്. 68, മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താ? പാസ്കൽ ആണ് അല്ലെ. ഓപ്ഷൻ ബി, പാസ്കൽ ആണ്. 70ാമത്തെ ചോദ്യം, വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏതാണ്? വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണേത്? സമ്പർക്ക ബലം എന്ന് പറയുന്നത്. 71ാമത്തെ ചോദ്യം, അന്തരീക്ഷ മർദ്ദത്തിന്റെ അസ്തിത്വം തെളിയിച്ചതാരാ? അന്തരീക്ഷ മർദ്ദത്തിന്റെ അസ്തിത്വം തെളിയിച്ചതാരാ? ഓട്ടോ വാൻ ഗറിക് ആണ് അല്ലെ. ആരാ? ഓട്ടോ വാൻ ഗറിക് ആണ്. 72, അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താ?
അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ബാറാണ്. ഇനി അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ബാരോമീറ്റർ ആണ്. 74ാമത്തെ ചോദ്യം മർദ്ദത്തിന്റെ യൂണിറ്റ്. മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താ? മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കേട്ടോ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ബാറും ഉണ്ട്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും ഉണ്ട്. 75 സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താ? സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. 76 ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സ്ഥാനാന്തരമാണ് അല്ലെ. ഓപ്ഷൻ എ സ്ഥാനാന്തരം എന്നാണ്. 77 യൂണിറ്റ് സമയം കൊണ്ട്, ഒരു യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം ഏത് പേരിൽ അറിയപ്പെടുന്നത്? അതാണ് വേഗം എന്ന് പറയുന്നത്. 78 ഒരു യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഒരു യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം ഏത് പേരിൽ അറിയപ്പെടുന്നത്? പ്രവേഗമാണ് അല്ലേ. ഏതാ? പ്രവേഗമാണ്. 79 വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താ? വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കാനുള്ള യൂണിറ്റ് ഏതാ? നോട്ടിക്കൽ മൈലാണ് അല്ലെ. ഏതാ? നോട്ടിക്കൽ മൈലാണ്. ഓപ്ഷൻ എ ആണ് നോട്ടിക്കൽ മൈൽ. 80ാമത്തെ ചോദ്യം ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ? 1.852 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് 1.825 കിലോമീറ്റർ ആണ്. മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗം എത്രയാണ്? ഒരു മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ് ഡാഷ്. എന്താ? 1 നോട്ട് എന്ന് പറയുന്നത്. 82ാമത്തെ ചോദ്യം കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താ? നോട്ട് അല്ലെ. ഓപ്ഷൻ ഡി നോട്ടാണ്. 83ാമത്തെ ചോദ്യം വാഹനത്തിന്റെ വേഗം അളക്കുന്ന ഉപകരണം ഏതാണ്? വാഹനത്തിന്റെ വേഗം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഏത്? സ്പീഡോമീറ്റർ അല്ലെ. ഓപ്ഷൻ എ സ്പീഡോമീറ്റർ ആണ്. 84 ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യമായ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ പ്രവേഗം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യമായ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രവേഗം എന്തായിരിക്കും? സമപ്രവേഗമായിരിക്കും. ഓപ്ഷൻ എ സമപ്രവേഗമായിരിക്കും. 85 ഒരു വസ്തുവിന്റെ ചലന ദിശയും വേഗവും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രവേഗം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഒരു വസ്തുവിന്റെ ചലനദിശയും വേഗവും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രവേഗം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അസമപ്രവേഗം എന്നാണ്. 86ാമത്തെ ചോദ്യം ത്വരണത്തിന്റെ യൂണിറ്റ് എന്താ? ത്വരണത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ത്വരണത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന മൂലകം ഏതാണ്? റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന മൂലകം ഏതാ? ഓപ്ഷൻ എ ആണ് സൾഫർ ആണ്. 88ാമത്തെ ചോദ്യം പ്രഷർ കുക്കറിന്റെയും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെയും കൈപ്പിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? പ്രഷർ കുക്കറിന്റെയും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെയും കൈപ്പിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ബേക്കലൈറ്റ് ആണ്. 89ാമത്തെ ചോദ്യം ചൂടാക്കുന്ന സമയത്ത് മൃദുവാകുന്നതും തണുപ്പിക്കുന്ന സമയത്ത് കട്ടിയാകുന്നതുമായിട്ടുള്ള പുനരുപയോഗിക്കുന്നതുമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഏതാണ്? ചൂടാക്കുന്ന സമയത്ത് മൃദുവാകും, തണുപ്പിക്കുമ്പോൾ കട്ടിയാവുന്നതും പുനരുപയോഗിക്കാവുന്നതുമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? അതാണ് തെർമോ പ്ലാസ്റ്റിക് എന്നറിയപ്പെടുന്നത് അല്ലെ. തെർമോ പ്ലാസ്റ്റിക്. 90ാമത്തെ ചോദ്യം ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്നതും പുനരുപയോഗിക്കാൻ കഴിയാത്തതുമായ പ്ലാസ്റ്റിക്കുകളാണ് ഡാഷ്. ചൂടാക്കുന്ന സമയത്ത് രാസമാറ്റം സംഭവിക്കുന്നതും പുനരുപയോഗിക്കാൻ കഴിയാത്തതുമായ പ്ലാസ്റ്റിക്കുകളാണ് ഏത്? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. 91 തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീനും PVC-യും. ഏതാ? പോളിത്തീൻ ആൻഡ് PVC. 92 പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം ഏതാണ്? പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥമാണ് ഏത്? ക്ലോറോഫോം. ഓപ്ഷൻ എ ക്ലോറോഫോം. 93 കൃത്രിമ ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാ? കൃത്രിമ ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഇത്? ടെഫ്ലോൺ. ഓപ്ഷൻ സി ടെഫ്ലോൺ ആണ്. 94ാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ്? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകമാണ് ഏതെന്ന് പറയുന്നത്? ഡയോക്സിനുകൾ അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഡയോക്സിനുകളാണ്. 95ാമത്തെ ചോദ്യം പൊട്ടാത്ത ക്രോക്കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്?
പൊട്ടാത്ത ക്രോക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാ? ഓപ്ഷൻ എ ആണ് മെലാനിൻ ആണ്. ഓപ്ഷൻ എ മെലാനിൻ ആണ്. 96ാമത്തെ ചോദ്യം, ചെറിയ തന്മാത്രകൾ അഥവാ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് ഡാഷ്. ചെറിയ തന്മാത്രകൾ അഥവാ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് ഏത്? പോളിമറുകൾ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ പോളിമറുകൾ. 97, ടെക്സ്റ്റൈൽ രംഗത്ത് ഉപയോഗിക്കുന്ന കൃത്രിമ നാരുകളാണ് ഡാഷ്. ടെക്സ്റ്റൈൽസ് രംഗത്ത് ഉപയോഗിക്കുന്ന കൃത്രിമ നാരുകളാണ് ഡാഷ്. എന്താ? ടെറിലീനും നൈലോണും ആട്ടോ. ടെറിലീനും നൈലോണുമാണ്. 98ാമത്തെ ചോദ്യം, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ഏത്? ബേക്കലൈറ്റ്. 99ാമത്തെ ചോദ്യം, ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ നാരുകളാണ് ഡാഷ്. ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ നാരുകളാണ് ഇത്? നൈലോണുകൾ അല്ലെ. ഓപ്ഷൻ ബി നൈലോണുകളാണ്. 100ാമത്തെ ചോദ്യം, കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണം തന്നിരിക്കുന്നതിൽ കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണം തയോക്കോള്, ബ്രൂണൈനും അതുപോലെ നിയോപ്രിൻ. ഇതൊക്കെ എന്താണ്? കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണമാണ്. 101ാമത്തെ ചോദ്യം, കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്ന നാരേതാ? കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്ന നാരാണ് ഏത്? ഓപ്ഷൻ ഡി റയോൺ ആണ്. 102ാമത്തെ ചോദ്യം, വിനാഗിരിയുടെ ശാസ്ത്രീയ നാമം എന്താ? വിനാഗിരിയുടെ ശാസ്ത്രീയ നാമം എന്താ? എത്തനോയിക് ആസിഡ് എന്നാണ് അല്ലെ. എത്തനോയിക് ആസിഡ് എന്നാണ്. 103, റബ്ബർ ലയിക്കുന്ന ദ്രാവകം ഏതാണ്? റബ്ബർ ലയിക്കുന്ന ദ്രാവകം ഏതാ? ബെൻസീൻ അല്ലെ. ഓപ്ഷൻ സി ആണ്, ബെൻസീൻ ആണ്. ആദ്യത്തെ കൃത്രിമ റബ്ബർ ആണ് ഏതോ? നിയോപ്രീൻ. ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതാ? നിയോപ്രീൻ ആണ്. 105, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസർ രോഗത്തിന് കാരണമായ വാതകം ഏതാണ്? പ്ലാസ്റ്റിക് കത്തിക്കുന്ന സമയത്ത് പുറത്തു വരുന്ന ക്യാൻസർ രോഗത്തിന് കാരണമായ വാതകമാണ് ഏതെന്ന് പറയുന്നത്? ഡയോക്സിനുകളാട്ടോ. ഏതാ? ഡയോക്സിനുകളാണ്. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറുകളാണ് ഏത്? ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായിട്ടുള്ള പോളിമറുകളാണ് ഏത്? ഫൈബറുകൾ എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ സി ആണ്, ഫൈബറുകളാണ്. 107, ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാ? ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാ? ഓപ്ഷൻ ബി ആണ്, നൈലോൺ അല്ലെ. ഓപ്ഷൻ ബി നൈലോൺ ആണ്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധകൃത്രിമ നൂൽത്തരം ഏതാ? കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധകൃത്രിമ നൂൽത്തരമാണ് ഏത്? റയോൺ. ഓപ്ഷൻ ബി ആണ്, റയോൺ ആണ്. 109, പ്ലാസ്റ്റിക്കിന് സമാനമായിട്ട് ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തു ഏതാണ്? പ്ലാസ്റ്റിക്കിന് സമാനമായിക്കൊണ്ട് ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തുവാണ് ഏത്? പാർക്കിസീൻ. ഓപ്ഷൻ ഡി ആണ്, പാർക്കിസീൻ ആണ്. 110ാമത്തെ ചോദ്യം, പാർക്കിസീൻ ആദ്യമായിട്ട് നിർമ്മിച്ചതാരാണ്? പാർക്കിസീന് ആദ്യമായിട്ട് നിർമ്മിച്ചതാരാ? അലക്സാണ്ടർ പാക്സ് ആണ്. ഓപ്ഷൻ ബി അലക്സാണ്ടർ പാക്സ് ആണ്. 111, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് നിർമ്മിച്ചതാരാ? ബേക്കലൈറ്റ് നിർമ്മിച്ചത് ആരാ? ലിയോ ബേക്കലൈറ്റ് ആണ്. ഓപ്ഷൻ എ ആണ്, ലിയോ ബേക്കലൈറ്റ് ആണ്. 113ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് ഏത്? മൈക്രോൺ അല്ലെ. ഓപ്ഷൻ എ ആണ്, മൈക്രോൺ ആണ്. 114, ഇലാസ്തികത സ്വഭാവമുള്ള പോളിമർ ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇലാസ്തികത സ്വഭാവമുള്ള പോളിമർ ആണ് ഏത്? റബ്ബർ എന്ന് പറയുന്നത് അല്ലെ. ഓപ്ഷൻ എ ആണ്, റബ്ബർ. 115, ബയോ പോളിമറുകൾക്ക് ഉദാഹരണം തന്നിരിക്കുന്നതിൽ ബയോ പോളിമറുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? പഠിച്ചു വെച്ചോ. അന്നജം, സെല്ലുലോസ്, DNA ഇതൊക്കെ എന്താണ്? ബയോ പോളിമറുകൾക്ക് ഉദാഹരണമാണ്. 116, പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? പഠിച്ചോ. പിന്നെ സിൽക്ക്, പരുത്തി, കമ്പിളി ഇതൊക്കെ എന്താണ്? പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണമാണ്. 117ാമത്തെ ചോദ്യം, കൃത്രിമ നൂൽത്തരങ്ങൾക്ക് പൊതുവെയുള്ള സവിശേഷതകൾ എന്താണ്? കൃത്രിമ നൂൽത്തരങ്ങൾക്ക് പൊതുവെയുള്ള സവിശേഷത എന്താണ്? എന്തൊക്കെയാ? പ്രകൃതിദത്ത നൂൽത്തരങ്ങളെക്കാൾ വില കുറവാണ്, അതുപോലെ കൂടുതൽ ഈട് നിൽക്കും, എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നില്ല? ചുളുങ്ങുന്നില്ല. കൃത്രിമ നൂൽത്തരങ്ങൾക്കുള്ള പൊതുവായിട്ടുള്ള സവിശേഷതകളാണ് പ്രകൃതിദത്ത നൂൽത്തരങ്ങളെക്കാൾ എന്തായിരിക്കും? വില കുറവായിരിക്കും, അതുപോലെ കൂടുതൽ ഈട് നിൽക്കും, എളുപ്പത്തിൽ എന്ത് ചെയ്യില്ല? ചുളുങ്ങിപ്പോകുന്നില്ല. ഇനി 118, ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം നമ്മൾ പറഞ്ഞതായിരുന്നു ഏതാ? നൈലോൺ അല്ലെ. ഏതായിരുന്നു? നൈലോൺ ആണ്.
പിന്നെ 119 കൃത്രിമ പട്ടി എന്നറിയപ്പെടുന്ന അർദ്ധകൃത്രിമ നൂൽത്തരം പറഞ്ഞു. പട്ടുവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ നൂലുകൾ ഏതാണ്? പട്ടുവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ നൂലുകൾ ഏതാ? റയോൺ ആണ്. ഓപ്ഷൻ ഡി റയോൺ ആണ്. 121 പ്ലാസ്റ്റിക്കിന് സമാനമായിട്ട് ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തുവാണ് പാർക്കിസിൻ. നമ്മൾ പറഞ്ഞതാണ് കൃത്രിമ പ്ലാസ്റ്റിക് നമ്മൾ പറഞ്ഞു. ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമർ റബ്ബർ, അത് നമ്മൾ പറഞ്ഞതാണ്. പ്രകൃതിദത്ത റബ്ബറിന് ഉദാഹരണം തന്നിരിക്കുന്നതിൽ പ്രകൃതിദത്ത റബ്ബറിന് ഉദാഹരണമാണ് ഇത് ഐസോപ്രീൻ ആട്ടോ. ഓപ്ഷൻ ഡി ആണ്, ഐസോപ്രീൻ ആണ്. 125 കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണം അല്ലാത്തത് തന്നിരിക്കുന്നതിൽ കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാ? ഓപ്ഷൻ ബി ആണ്, ഐസോപ്രീൻ ആണ്. നിയോപ്രീന്, തയ്യോക്കോള്, ബ്യൂണായസും ബ്യൂണ എന്നൊക്കെ എന്താണ്? കൃത്രിമ റബ്ബറുകളാണ്. 126 നമ്മൾ പറഞ്ഞു. 127 നമ്മൾ പറഞ്ഞതാണ്. 8ാമത്തെ ചോദ്യം, തെർമോപ്ലാസ്റ്റിക്കുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? തെർമോപ്ലാസ്റ്റിക്കുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ലീനിയർ പോളിമർ എന്നാണ്. അല്ലെ ഓപ്ഷൻ ബി ആണ്, ലീനിയർ പോളിമർ എന്നാണ് ഏത് അറിയപ്പെടുന്നത്? തെർമോപ്ലാസ്റ്റിക്കുകൾ അറിയപ്പെടുന്നത്. 129ാമത്തെ ചോദ്യം, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ തെർമോപ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെ, PVCയും പോളിത്തീനുമാണ് എന്തിന് ഉദാഹരണം? തെർമോപ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണം. 130ാമത്തെ ചോദ്യം, വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാ? ഓപ്ഷൻ സി ഒന്ന് മാത്രമല്ല, ഏതാ? പോളിത്തീൻ മാത്രമല്ലേ ഉള്ളൂ അല്ലേ? പോളിത്തീൻ മാത്രമാണ്. വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാ? പോളിത്തീൻ ആണ്. ഇനി 131ാമത്തെ ചോദ്യം, ഇലക്ട്രിക് വയറിങ്, പ്ലംബിങ്, ഷൂസുകൾ, ഹാൻഡ് ബാഗുകൾ, റെയിൻ കോട്ടുകൾ, ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഇലക്ട്രിക് വയറിങ്, പ്ലംബിങ്, ഷൂസ്, ഹാൻഡ് ബാഗുകൾ, റെയിൻ കോട്ടുകൾ, അതുപോലെ ബോട്ടിലുകൾ, ഫർണിച്ചർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അതേതാ? ഓപ്ഷൻ സി അല്ലേ, ഏതാ? അതായത് രണ്ടും പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെ, PVC ആട്ടോ. ഓപ്ഷൻ പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. 132 പ്ലഗുകൾ, സ്വിച്ചുകൾ, ബട്ടണുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാ? പ്ലഗ്, സ്വിച്ച്, ബട്ടൺ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാ? ബേക്കലൈറ്റ് ആണ് അല്ലെ, ഏതാ? ബേക്കലൈറ്റ് ആണ്. 133ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് മൈക്രോൺ യൂണിറ്റ് നമ്മൾ പറഞ്ഞതല്ലേ. പിന്നെ ഇനി അവസാനത്തെ ചോദ്യമാണ്, ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 10⁻⁶ ആണ്. 10⁻⁶ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു മൈക്രോൺ എന്ന് പറയുന്നത്.